ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമാക്കിയെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കശില്പികളായി എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര. ആദ്യമായി ഫിനാലെയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആരാധകർ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്ന് മടങ്ങിയത്. ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയമായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ പങ്കിട്ടു. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷവും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരിക്കുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷണവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങളും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ്. ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായി ഏകദേശം രൂപ വിലമതിപ്പിക്കുന്ന ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളും പോലെ ബിഗ് ബോസിൽ വീട്ടിൽ ചെലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയിലും നിശ്ചയിക്കുന്ന ഈ പ്രതിഫലം ആ 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയെങ്കിലും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിൻ്റെ സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചതുമില്ല. ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. നിറഞ്ഞ മനസ്സോടെ ഞാനിവിടെ നിൽക്കുന്നു. ബിഗ് ബോസിൽ എത്തുക എന്നത് എൻ്റെ അനുഗ്രഹമാണ്. അത്രയും അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ്. പ്രേക്ഷകരിൽ പരിചയമില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചു. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ നിന്ന് സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. നന്ദി. ലാൽ സാറിന് നന്ദി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്നോ എന്ന് എനിക്ക് പറയാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വികാരഭരിതനായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനീഷ് പറഞ്ഞു.